മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ വീണ്ടും എതിർത്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ. കേസ് പരിഗണിച്ച NIA കോടതിയിൽ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയ കാര്യമായിരുന്നു. UDF LDF MPമാരുടെ പ്രതിനിധി സംഘത്തിനാണ് അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഷായുടെ ഈ ഉറപ്പിനെ മറികടന്നുകൊണ്ടാണ് ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എതിർത്തിരിക്കുന്നത്. അതേസമയം ജാമ്യത്തെ അനുകൂലിക്കാനുള്ള ഓപ്ഷനുകൾ നിലനിൽക്കെയാണ് പ്രോസിക്യൂഷൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയും സെഷൻ കോടതിയും ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് കന്യാസ്ത്രീകൾ NIA കോടതിയെ സമീപിച്ചത്. നിലവിൽ കന്യാസ്ത്രീക്ക് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നാണ് ഇരുവർക്കും വേണ്ടി ഹാജരായ അഭിഭാഷകർ പറയുന്നത്. ഇന്നലെ, അതായത് വ്യാഴാഴ്ച, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിലെ RSS പ്രതിനിധി ഗഡ്കരിയെ വിഷ്ണുദേവ് സായിയും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ജാമ്യത്തെ എതിർക്കുന്ന നിലപാടാണ് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ സ്വീകരിച്ചത്. ജൂലൈ 26-നാണ് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത്. കണ്ണൂർ, തലശ്ശേരി, ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത്. ഇവർക്കൊപ്പം 3 പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുകയാണ് എന്നും മതപരിവർത്തനത്തിന് വിധേയരാക്കുകയാണ് എന്നും ചൂണ്ടിക്കാണിച്ച് ബജ്റംഗ് ദൾ പ്രവർത്തകരാണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. കന്യാസ്ത്രീകളെ ബജ്റംഗ് ദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെ കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇന്നലെ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ച കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളിൽ ഒരാൾ തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആഗ്രയിലേക്ക് പോയത് എന്ന് പറയുകയായിരുന്നു. ആഗ്രയിലേക്ക് പോകാൻ മാതാപിതാക്കളുടെ സമ്മതം ഉണ്ടായിരുന്നുവെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ബജ്റംഗ് ദൾ പ്രവർത്തകരാണ് എന്നും പെൺകുട്ടി പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ മഠം സന്ദർശിച്ചിരിക്കുകയാണ് ഇടത് MPമാർ. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ജോസ് കെ മാണി, P സന്തോഷ് കുമാർ എന്നിവരാണ് മഠം സന്ദർശിച്ചിരിക്കുന്നത്. ഇത് 2ാം തവണയാണ് ഇടത് MPമാർ കന്യാസ്ത്രീ മഠം സന്ദർശിക്കുന്നത്. ഇത് വലിയൊരു പോരാട്ടമാണ് എന്ന് ജോൺ ബ്രിട്ടാസ് MP എടുത്തു പറയുകയാണ്. ജാമ്യം കിട്ടി കള്ളക്കേസിന്റെ FIR വരെ റദ്ദാക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറയുകയാണ്. അതിനായി കന്യാസ്ത്രീകൾക്കൊപ്പം കൈകോർത്ത് നിൽക്കുക തന്നെ ചെയ്യും. നാളത്തെ വിധി എന്താണ് എന്ന് അറിയുന്നത് വരെ ഇവിടെ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ഈ പോരാട്ടം എന്ന് പറയുന്നത് കന്യാസ്ത്രീക്ക് നീതി ലഭിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കൂടിയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്.